രമ്യദാസിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രമ്യദാസ് തളി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളും ഒക്കെയായാണ് നമുക്കിപ്പം ചേരുന്നത്. കോഴിക്കോട് തളി മഹാദേവ ശിവക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കാഴ്ചകൾ രമ്യ നമുക്കിപ്പം പങ്കുവയ്ക്കും. രമ്യ, ഇന്ന് അവിടെ ആഘോഷ രാവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 2 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് അവിടെ തുടക്കമായിരിക്കുന്നത്. വിപുലമായ ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരുക്കങ്ങൾ? ഒപ്പം തന്നെ ഈ 108 അഭിഷേകമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി രമ്യ. ഈ 2 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ തളി ശിവക്ഷേത്രത്തിലെ ഈ ശിവരാത്രി ആഘോഷ പരിപാടികൾക്ക് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ പരിപാടികൾക്ക് തുടക്കമായത്. ഇന്നും വിപുലമായ സൗകര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ തവണ 10,000-ങ്ങളാണ് ഈ തളി ശിവക്ഷേത്രത്തിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി എത്തിയിട്ടുള്ളത്. ഇത്തവണയും ഇത്തരത്തിൽ 10,000-ങ്ങൾ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ക്യൂ സംവിധാനങ്ങൾ ക്ഷേത്രത്തിന് പുറത്തും ക്ഷേത്രത്തിനകത്തും പ്രത്യേക ക്യൂ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഭക്തരുടെ ദർശന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 5 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ഭക്തരുണ്ട് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാന ചടങ്ങ് ഈ 108 അഭിഷേകത്തോടു കൂടിയുള്ള ഉച്ചപൂജയാണ് രാവിലത്തെ പ്രധാന ചടങ്ങ്. അതുപോലെ തന്നെ വൈകിട്ട് ദീപാരാധന ഉണ്ടാകും. ഇതിനുശേഷം ഈ നടപ്പന്തലയിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, അതുപോലെ തന്നെ മട്ടന്നൂർ ശ്രീകാന്ത്, ശ്രീരാജ് തുടങ്ങിയവർ നടക്കുന്ന ട്രിപ്പിൾ തായമ്പക തുടങ്ങിയ പരിപാടികളെല്ലാം ഉണ്ടാകും. വിവിധ കലാപരിപാടികളും ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തളി ക്ഷേത്രത്തിൽ മാത്രമല്ല, കോഴിക്കോടിനെ സംബന്ധിച്ച് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രമുണ്ട്, മറ്റ് വടകരയിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ തവണയും 10,000-ങ്ങളാണ് ദർശനം നടത്തിയിട്ടുണ്ടെന്നത്. അതിനാൽ തന്നെ ഇത്തവണയും അത്രയും ആളുകൾ തന്നെ ദർശനം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ക്ഷേത്രത്തിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ ഒരു ഒഴുക്ക്, വലിയൊരു ഒഴുക്ക് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് നമ്മളുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ ഭക്തർക്ക് ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ, എന്തൊക്കെയാണ് ഇത്തവണ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഭക്തർക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ? കഴിഞ്ഞ വർഷം വലിയ തിരക്കുണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകൾ തന്നെ പറയാം. രാവിലെ 4 മണി മുതൽ ഒരു 11 മണി വരെ നല്ല പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ക്യൂ പുറത്തേക്ക് വളരെയധികം നീണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു ഫർലോങ് ദൂരത്തോളം പോവുകയൊക്കെ ഉണ്ടായി. അതൊരു അസൗകര്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഇത്തവണ തിരക്കിന് യാതൊരു കുറവുമില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ തിരക്ക് ഇത്തവണയുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൂജകൾ കുറച്ച് നേരത്തെ ആക്കിയിട്ട് പുനഃക്രമീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ശീവേലിയൊക്കെ വളരെ നേരത്തെ ആക്കുകയും നേരത്തെ തന്നെ ദർശനത്തിനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത്തവണ ക്യൂവിൻ്റെ നീളം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തിരക്കിന് യാതൊരു കുറവുമില്ല. നല്ലോണം വളരെ അനസ്യൂതമായിട്ട് ഈ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റെന്തൊക്കെ സൗകര്യങ്ങളാണ്? കാരണം ഇപ്പോൾ രാവിലത്തെ വിശേഷാൽ പൂജകൾ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ഉണ്ടാവുക? അഭിഷേക പ്രാധാന്യമുള്ളതാണല്ലോ ശിവന്, പ്രത്യേകിച്ച് ശിവരാത്രി സമയത്ത് 108 കുട അഭിഷേകം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ശ്രേണിയിൽ പൂജിച്ച് വെച്ചിട്ടുള്ള 108 കുടം ജലം കൊണ്ടുപോയിട്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉച്ചപൂജ വേളയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഏറ്റവും രാവിലത്തെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് വരുന്നത്. പിന്നെ ദർശനം തന്നെയാണ്. പിന്നെ ധാരാളം വഴിപാടുകളുണ്ട്. കോളാർച്ചന, അങ്ങനെയുള്ള ധാരാളം വഴിപാടുകൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളുണ്ട്. ഈ പ്രത്യേക വഴിപാടുകൾക്കൊക്കെ സൗകര്യങ്ങൾ ഭക്തർക്ക് എങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? കൗണ്ടറുകൾ പ്രത്യേകമായിട്ടുണ്ട്. പുറത്ത് കൗണ്ടറുണ്ട്. അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ ഉണ്ട് വഴിപാട് കൗണ്ടർ ചെയ്യാൻ സൗകര്യം. അകത്ത് നടപ്പന്തലിൽ കൗണ്ടറുണ്ട്. കൂവളം പോലുള്ള അർച്ചനകൾക്കൊക്കെ ആയിട്ട് നാലമ്പലത്തിനുള്ളിൽ വേറെ പ്രത്യേകം കൗണ്ടർ. ഇന്നലെയാണല്ലോ ഇത്തരത്തിൽ ശിവരാത്രി പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെയാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഇത്തരത്തിൽ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ വഴിപാടുകളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ കലാപരിപാടികൾ എങ്ങനെയാണ് ഉണ്ടാവുക? കലാപരിപാടികൾ 2 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ തോതിൽ. ഇന്നലെ കുറച്ചുകൂടി സജീവമായെന്ന് മാത്രം. ഇന്നും ഉണ്ട്. വൈകിട്ട് പുറത്തെ സ്റ്റേജിൽ, കുളത്തിൻ്റെ കരയിലുള്ള സ്റ്റേജിൽ കലാപരിപാടികളുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ ഈ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൂടുതലുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പരമ്പരാഗതമായിട്ട് അതിൻ്റെ ഒരു പാരമ്പര്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും അവരുടെ മക്കളായിട്ടുള്ള ശ്രീകാന്തും ശ്രീരാജും കൂടി നടത്തുന്ന
ട്രിപ്പിൾ തായമ്പക തന്നെയാണ്. അത് എത്രയോ വർഷമായിട്ട് അതേപോലെ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് മട്ടന്നൂർ ശങ്കുട്ടിമാരാര് ഈ ശിവരാത്രി ദിവസം തളിയിൽ വരിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പതിവാക്കി മാറ്റിയിട്ടുണ്ട്. അതൊരിക്കലും മുടക്കിയിട്ടില്ല എന്നുള്ള പറയുന്നത് നമ്മളൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ഇപ്പം ഇന്ന് വാദ്യ കലാരംഗത്തെ ഒരു കുലപതി സ്ഥാനമുള്ള ആളാണല്ലോ മട്ടന്നൂരിൽ. അപ്പോൾ അത് ഈ ക്ഷേത്രത്തോടുള്ള പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയുന്നത് 17 വയസ്സ് തൊട്ട് അദ്ദേഹം ചെയ്തു വരുന്ന ഒരു ഉപാസനയായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇതൊരു മഹാദേവൻ്റെ ഒരു വലിയ നമുക്കൊക്കെ തരുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ രാഖി, ഇത് തന്നെയാണ് കഴിഞ്ഞ 40 വർഷമായി മട്ടന്നൂർ ഇവിടെ വന്നിട്ട് ഈ ശിവരാത്രിയോടനുബന്ധിച്ചുണ്ടാകുന്ന പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അത് ഇത്തവണയും മുടക്കാതെ തന്നെ ഈ മട്ടന്നൂരിൻ്റെയും മകൻ്റെയും അതുപോലെ തന്നെ 2 മക്കളുടെയും കൂടെയുള്ള നേതൃത്വത്തിലുള്ള ട്രിപ്പിൾ തായമ്പക വൈകിട്ട് നടക്കും. കൂടാതെ തന്നെ വിവിധ അനുബന്ധമായ മറ്റു കലാപരിപാടികളുണ്ട്. നിലവിൽ ഇവിടെ ഭക്തർക്ക് കൃത്യമായി തന്നെ വന്ന് തൊഴാനും അതുപോലെ ദർശനം നടത്താനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ക്യൂ സംവിധാനം പുറത്തുണ്ട്. അതുപോലെ തന്നെ അകത്തും ഇതേപോലെ ക്യൂ സംവിധാനങ്ങളുണ്ട്. കൂടാതെ തന്നെ വഴിപാടുകളെല്ലാം ചെയ്യാനും പ്രത്യേകമായി കൗണ്ടറുകളും എല്ലാം സജ്ജീകരിച്ച് ഭക്തരുടെ കൃത്യമായി തന്നെ അവരുടെ സൗകര്യങ്ങൾ ദർശനം നടത്താനുള്ള സൗകര്യത്തോടു കൂടിയാണ് തളി ശിവക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ മറ്റ് ശിവക്ഷേത്രങ്ങളിലുമെല്ലാം ഒരുക്കിയിട്ടുള്ളത്. രാഖി, വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനൊപ്പം തന്നെ പ്രത്യേക പൂജകളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. വലിയ രീതിയിലുള്ള ഒരു ക്യൂ ക്ഷേത്രങ്ങളിൽ ദൃശ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ പെരിയാർ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടും ഉണ്ട്. കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ സമാനമായ തിരക്ക് ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ഭക്തരും മഹാദേവനെ വണങ്ങാനായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് തന്നെ കാണാം. ഒപ്പം തന്നെ ഈ ശിവാലയ ഓട്ടത്തിനും ഇന്നലെ തന്നെ തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 ദിവസം തളി ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളുണ്ട് എന്നാണ് രമ്യ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ്. 2 ദിവസങ്ങളിലായി പ്രത്യേക ചടങ്ങുകളുണ്ട്, ആഘോഷ പരിപാടികളുണ്ട്. ഭക്തർക്ക് അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ 5 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തർ. അവർക്ക് ദർശന സൗകര്യത്തിന് വേണ്ട വിപുലമായ ഒരുക്കങ്ങളുമുണ്ട്. എന്തായാലും പ്രത്യേക ക്യൂ സംവിധാനങ്ങളടക്കം ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തളി ക്ഷേത്രത്തിൽ 108 അഭിഷേകത്തോടു കൂടിയുള്ള ഉച്ചപൂജയാണ് രാവിലത്തെ പ്രധാന ചടങ്ങ് എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് എഡിഷൻ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രത്യേക പുത്തൻപുലരിയാണ് തിരുവനന്തപുരത്തെ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്. നമസ്തേ.